മെഹന്തി ആർട്ടിസ്റ്റ് അല്ലേ? 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നു. കയ്യില് മെഹന്തി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെ അന്വേഷിച്ചു വന്നതാ. ഫ്രണ്ട് പേരെന്താ? നിഷാന. സംഗതി നമ്മൾ ചെയ്യുന്നത് ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ? സ്ഥലം എവിടെയാ? TVM തിരുവനന്തപുരം. അവിടെ എവിടെയാ? ബാലരാമപുരം. കുതിരവട്ടമല്ലല്ലോ. ഇത് 26-ന് വെഡിങ് ആണോ? ഓ ഞാനേ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. അല്ല ചേച്ചി, എല്ലായിടത്തും ഇടുവോ മെഹന്തി? എല്ലായിടത്തും ഇടുവോ മെഹന്തി എന്ന് ചോദിക്കുന്ന സമയത്ത് എവിടേക്കാണ് സാധാരണ മെഹന്തി ഇടാറ്? ഇത് കാണുന്ന സ്ത്രീ ജനങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. നിങ്ങൾ പറ, എവിടേക്കായിരിക്കും മെഹന്തി ഇടുന്നത്? ഇതിപ്പോ ബ്രൈഡൽ ആയിട്ട് ചെയ്യാനല്ലേ? കൈക്ക് എത്ര? മീൻസ് 2 കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? എന്റെ നാവ് ചൊറിഞ്ഞു വരുന്നു. ഞാൻ എന്തെങ്കിലും വിളിച്ചു പറയും. ഇതിന് സെപ്പറേറ്റ് ആവും. നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ ഡിസൈൻ അനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. കുണ്ടിയിലിട്ട് തരുമോ? ദേവാലയ ഇത്രയും വലിയ തമാശക്കാരാണ് നിങ്ങൾ വിചാരിച്ചതേ ഇല്ല. എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? മണവാളൻ മൈലാഞ്ചി ഞാൻ ഇട്ടാ മതിയോ? സാറിനറിയോ? ഇല്ല, ഒന്ന് ട്രൈ ചെയ്യാലോ. പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളെ ഒരുപാട് കാലം കൊണ്ട് നിങ്ങളുടെ വീഡിയോസ് കണ്ടോണ്ടിരുന്ന ആളാണ്. ഇജ്ജാതി നിലവാര തകർച്ച. എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ അവര് ഫോൺ എടുത്ത് എറിഞ്ഞു തോന്നുന്നു. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ മനസ്സ് ചിത്തേക്ക് നോക്കണ്ടല്ല. എന്നെ ഇട്ടൊന്നുമില്ല. എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരുമോ? കഴിഞ്ഞോ? അതോ ഇനിയും വല്ല ആഗ്രഹം ബാക്കിയുണ്ടോ? കോമൺ സെൻസ് ഇല്ലാത്ത ചന്ത പെണ്ണുങ്ങളെ പോലെ നീ ഇത്രമാത്രം അതപ്പതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഈ നിലവാര തകർച്ച അത്രയും വളരെ അതപ്പതിച്ച രീതിയിലുള്ള ഒരു സംഭവം കേട്ടോ. ദയവായി ഇപ്പോൾ ചെയ്തത് പോട്ടെ, നിങ്ങൾ ചെയ്ത കാര്യം ഒരു പ്രൊഫഷണൽ നിൽക്കുന്ന ഒരു സ്ത്രീയൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ കാണിച്ചത് അങ്ങേയറ്റം മോശമായി പോയി എന്നൊരു അഭിപ്രായം ഞാനിവിടെ വയ്ക്കുന്നു. എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി.